അതിപ്പോൾ കഷ്ടപ്പെട്ട് കടലിൽ ചൂണ്ടയിട്ട് പിടിച്ചാൽ തന്നെയും ഇഷ്ടപ്പെട്ട രീതിയിൽ ചുട്ട് തിന്നണമെങ്കിൽ ഈ കാണുന്ന ബത്തപ്പാടൊക്കെ വേണ്ടി വരും. ഇതാണ് വരഞ്ഞ് നല്ലോണം മസാല തേക്കണം. ഫൈസാറ് കൊണ്ടുവന്ന മസാല അടിപൊളിയായി. മൂപ്പരെ വൈഫ് എന്തായാലും നല്ല മസാല ഉഷാറായിട്ട് മഞ്ഞളും മുളകും അതിലേക്ക് പാടെ മിക്സ് ചെയ്ത് ഉഷാറാക്കി തന്നെ. ബീച്ചിൽ നിന്ന് മട്ടലൊക്കെ കൂട്ടത്തിലാണ് തേച്ച് സാറെ പോയിട്ട് ആ തൊടുവിന് കുറച്ച് മട്ടലും കൂടി എടുത്തിട്ട് വരും. പോകുമ്പോൾ നോക്കിക്കോട്ടെ പാമ്പുണ്ടോ നോക്കണേ. നല്ല മണലില്ല, നല്ല ഒന്നാം തരം മൂപ്പരുണ്ടാവും. ഭയങ്കര മൂപ്പനാക്കര കത്തിച്ചാണ്ടല്ലോ. കുറച്ചുകൂടെ ഉണ്ട്, ഞാനത് കത്തിച്ചിക്കണം. ഇനി ബാക്കിയുള്ളത് എൻ്റെ മേലേക്ക് കുറച്ച് വെച്ചു കൊടുത്താലേ ഉഷാറാവും. അത് മതി കൊണ്ടത് അത് മൊത്തം ചൂട്ട് അടിപൊളിയാണ്. നല്ലോണം കത്തട്ടെ, കത്തിയിട്ട് നല്ലോണം വേകട്ടെ. ഇനിയിപ്പോൾ ഇത് കത്തി കത്തണ കണ്ടുകൊണ്ടെങ്കിൽ ഇപ്പോൾ കടലിലുള്ള ബോട്ടുകാർ ഇനിയിപ്പോൾ ലൈറ്റ് ഹൗസിൽ നിന്ന് ഉള്ള വെളിച്ചാണ് എഴുതിയാണ്ട് ഇങ്ങോട്ട് തിരിച്ചു വിടുകയെന്നാവില്ല വണ്ടി. ഇനിയിപ്പോൾ ഈ പാറമ്മകൂടെയൊക്കെ വന്ന് തട്ടി മറിഞ്ഞാണ്ടൊന്ന് കഴിഞ്ഞാൽ പണിയാവുമെന്നാവും. കൈമുഖല്ലേ ഇതുവരെ ആയിട്ടില്ല. നല്ല മുരിഞ്ഞ നാളെ അടിപൊളി മണാണ് കേട്ടോ. ഭയങ്കര സ്വാദിൽ തിന്നാൻ പറ്റും തോന്നണം. ഏട്ട കഴിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കും. അതായത് ചത്തിട്ട് ചൂട് പോണതിന് മുമ്പ് തന്നെ ഏട്ട വേവിച്ച് കഴിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടും. നമുക്ക് 3 ദിവസം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ സാധനങ്ങളൊക്കെ തിന്നുന്നത്. കടലിലൊരു ദിവസം പിടിക്കും, പിന്നെ ഹാർബറിലെത്തിയതിന് ശേഷം വണ്ടിയിൽ നാട്ടിലെത്തിക്കും. അവിടുന്ന് പിന്നെ കുടിച്ചാൽ വാങ്ങി പിന്നെ അവിടുന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടുപോയി നമ്മളും ചിലപ്പോൾ ശകരം കഴിക്കണം. 2-3 ദിവസം കഴിയുമ്പോൾ കഴിച്ചാൽ എന്താ വലിയ രസം ഉണ്ടാവുക. ഇങ്ങനെ കഴിക്കണം. മീനാണെങ്കിൽ ഇങ്ങനെ കഴിക്കണം. കിട്ടി 1 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഭക്ഷിക്കാനായി നല്ല രസമാണ്. നല്ല ചൂടാണ് അതിൻ്റെ. നിനക്ക് ഇടൂലേ? കറുത്തുകൂടൊന്നായിട്ട് അതാ തല, മറ്റേ ചൂടുണ്ടാവൂലേ? ഇതിന് കേടില്ലേ. നമ്മളിപ്പോൾ ഗ്യാസൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ, പട്ടൽ ഉപയോഗിച്ച്. ഈ കറുപ്പേ ആ മുള്ളുമ്മ കുടിച്ചാൽ കിട്ടും. ഈ മുകളിലില്ലേ ആ കരിയാണ് തട്ടിക്കളഞ്ഞാൽ നല്ലതാണ്. നല്ല വന്നിക്കണം, തോലും പോവല്ലോ. അതൊക്കെ മുള്ളൊക്കെ പോയി, മുള്ളൊക്കെ പൊരിഞ്ഞു പോയി. വരെ കണ്ട മുള്ളു കിട്ടുള്ളല്ലോ. മീൻ കഴിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കണം. മീൻ കിട്ടിയ ഉടനെ 2 മണിക്കൂർ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ വാഷിച്ച് ഉഷാറായി വേവിച്ച് ചൂട്ട് തിന്നണേൻ്റെ അല്ല ഭയങ്കര ടേസ്റ്റാക്കണം. ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. ഐസിലിട്ട് രസം ഉണ്ടാവില്ല. എന്ത് കാര്യം, ഒരു കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ കടലിൽ ചൂണ്ടലിട്ട് പൊടിച്ച് അപ്പം തന്നെ ചുട്ടുന്ന അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ. ഇനി എനിക്ക് ഇതിൻ്റെ ഇത് പിടിക്കുന്ന എൻ്റെ ബുദ്ധിമുട്ട് എന്താ, അത് അടിപൊളിയാണ്. ഇതിനേക്കാളുണ്ടല്ലേ ഇത് വലുതാണ്. ഇവ മറ്റേ വലുതല്ലേ കോർത്തിട്ട് വലിയ മീനല്ലേ ഇത്. സംഭവം ഇത് മതി. നമുക്ക് ചുറ്റുന്നുള്ള ആദ്യം നോക്കാം. ഇത് 1/2 കിലോനെ ഉണ്ടാവൂലേ? പിന്നെ ആരെ പറഞ്ഞ കിട്ടൂല. ഇതിപ്പോൾ ഇത്രയ്ക്ക് ഇടങ്ങേറായി ആണ്ടേ കിട്ടിയാൽ തന്നെ നോക്കാണ്. ഈ പട്ടികളൊക്കെ ഇപ്പോൾ കാത്തിക്കുക. പോയടാവുന്ന് ഇവർ മാറുന്നില്ലല്ലോ. കണ്ട ചങ്ങായി കണ്ടില്ല. ഇനിയിപ്പോൾ ആ ബോട്ടിലെടുത്ത് കണ്ട് ഞാൻ കളിച്ചും ചെയ്യും. ഓലിങ്ങനെ കാത്തു നിൽക്കുകയാണേ. നല്ല എന്തെങ്കിലും കൊത്തി വലിച്ച് നമ്മൾ കരത്തേക്ക് എത്തിച്ചാൽ 5-6 ഉണ്ട്. അത് വരുന്ന ചാടി പോകാനിപ്പോൾ ചൂണ്ടലിൻ്റെ ഉള്ളിൽ കുടുങ്ങുമല്ലോ. ഇനി പോണേ ഓടാവുന്ന്
നിറച്ചും പട്ടികളാണ്. ഇങ്ങനെ കടൽ തീരത്ത് ഇങ്ങനെ തെരഞ്ഞ് നടക്കാണ്. എന്ത് കിട്ടിയാലും അപ്പോൾ എന്ത് ചെയ്യും പോലെ അത് തിന്നാല പരിപാടിയാണ്. ഇനി കണ്ടോളെ ഇനി ഇത് ചൂറ്റാണ്ട് എറിയണം. അത് മത്തിയാണ് കുളത്തി. ഇനി മതി. ഇനി കുളിച്ചിട്ടേ ശരീരത്തേക്ക് നല്ല കാൽസ്യമൊക്കെ കയറട്ടെ. നല്ല കടൽ വെള്ളത്തിൽ കുളിച്ചിട്ട് നല്ല ഒരച്ച് കുളിച്ച് ചളിയൊക്കെ കളഞ്ഞിട്ട് ഇനി കയറാം. മീനിൻ്റെ നാറ്റൊക്കെ ശരിക്കും പോട്ടെ. അതാ ഇപ്പോൾ ഊണീന് അത് തല ചെവിക്ക് അതാ എൻ്റെ ചെവിക്ക് വെള്ളം കയറിയടാ. ഇനി തലച്ചോറ്റക്ക് ഉപ്പ് കയറിയെന്നാവും. ഇനി അത് കുറച്ച് കഴിയുമ്പോൾ അറിയാം. ആകണം അതാ സുനാമി അല്ലേ? സുനാമി അല്ല, കടലിലെ വെള്ളം ഇങ്ങനെ വരും വന്ന് കാണ്ടേ. നോക്കണ്ട ഇത് അല്ലെങ്കിൽ ചാടുക. പൊങ്ങില്ല. നല്ല വലുത് വന്നിട്ടില്ല. വലിയ തെര വരണം. റെഡി. ഉള്ളിട്ടുണ്ട്. അടുത്ത വരുന്നുണ്ട്. ഇല്ല അതാ മറ്റേതിനേക്കാളും ഉണ്ടല്ലേ? ഇത് വലുതാണ്. ഇവ മറ്റേ വലുതല്ലേ കോർത്തിട്ട് വലിയ മീനല്ലേ? ഇത് സംഭവം ഇത് മതി. നമുക്ക് ചുറ്റുന്നുള്ള ആരും നോക്കാം. ഇത് ഇവിടെ ഇരുന്നോട്ടെ അല്ലേ? മറ്റേത് കാലോട്ട് ഉണ്ടല്ലേ? ഇത് അത്ര അല്ല അല്ലേ? ഒരു ബക്കറ്റ് കിട്ടിട്ടേ ഇത് നല്ല വ്യത്യാസം അല്ലേ? 1/2 കിലോനെ ഉണ്ടാവും അല്ലേ? ആരെ പറഞ്ഞ കിട്ടൂല. റെഡി. ഒന്നുകൂടി ചാട്. റെഡി. 1 2 3. ഒരാൾ ഒറ്റക്കാ ചാടിയത്. റെഡി. അത് പൊങ്ങില്ല. അടുത്ത വരുന്നുണ്ട്. ഇല്ല അതാ റെഡി.
ആ പുള്ളിട്ടുണ്ട് പുള്ളിട്ടുണ്ട്. ആ ആ